നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മകൾ വീണ പ്രതിയായ മാസപ്പടി കേസിൻ്റെ ഉത്ഭവം. വീണയുടെ തട്ടിക്കൂട്ട് IT കമ്പനിയായ എക്സാലോജിക് CMRLൽ നിന്ന് ചെയ്യാത്ത സേവനത്തിനു വേണ്ടി 2,78,00,000 രൂപ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ. ഇത് മാസപ്പടിയായി വാങ്ങിയതാണെന്നും ആരോപണമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അന്ന് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പല ഘട്ടങ്ങളിലും അന്വേഷണത്തിൻ്റെ പല ഘട്ടങ്ങളിലും പലരും കരുതിയിരുന്നതാണ്, നമ്മളെല്ലാവരും കരുതിയിരുന്നതാണ്, വീണയ്ക്ക് ഉടൻ തന്നെ സമൻസ് അയക്കും, വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കാര്യം കാണാൻ ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത, എന്ത് പ്രവൃത്തികളും ചെയ്യാൻ മടിയില്ലാത്ത ഒരു നേതാവാണ്. അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്തൊക്കെ ഇടപെടലുകൾ ഉണ്ടായാലും അന്ന് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വീണയ്ക്ക് ഒന്ന് സമൻസ് അയക്കാൻ പോലും ED ധൈര്യം കാണിച്ചില്ല. പക്ഷേ കാലം മാറി മറിഞ്ഞു. UDF സർക്കാർ അധികാരത്തിൽ വന്നു. പിണറായി വിജയന് അധികാരം നഷ്ടപ്പെട്ടു. അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് പോയി. അപ്പോഴാണ് പിണറായി വിജയൻ്റെ മകളുടെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ ED റെയ്ഡിനെത്തുന്നതും ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെടുന്നതുമൊക്കെ. അതോടുകൂടിയാണ് അന്വേഷണം വളരെ ത്വരിതഗതിയിലാക്കിയത് ED. എന്തായാലും വീണയ്ക്ക് ED ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുകയാണ്. ഈ വരുന്ന വെള്ളിയാഴ്ച EDയുടെ കൊച്ചിയിലെ ഓഫീസിൽ വീണ ഹാജരാകണമെന്ന് മാത്രമല്ല, എക്സാലോജിക്കും CMRLുമായി ബന്ധപ്പെടുന്ന പണമിടപാടുകൾ തെളിയിക്കുന്ന രേഖകളുമായിട്ട് വേണം ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എന്നുകൂടി സമൻസിൽ അറിയിച്ചിട്ടുണ്ട്. വീണ മാത്രമല്ല, മറ്റു 9 പേർ കൂടി, അതായത് കരിമണൽ കർത്ത, അദ്ദേഹത്തിൻ്റെ മകൻ ശരണസ് കർത്ത, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ചീഫ് ജനറൽ മാനേജരായ സുരേഷ് കുമാർ എന്നിവരൊക്കെ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരും. അപ്പോൾ വീണയെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമായിട്ടുള്ള ഒരു സമയമാണ്. അത് ഇന്നലെയൊക്കെ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞതാണ്. വീണയെ മാത്രമല്ല, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളവും അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാലമാണ് കടന്നു പോകുന്നത്. ഓരോ മണിക്കൂറുകളും അവരെ സംബന്ധിച്ച് നിർണായകമാണ്. അപ്പോൾ വീണയെ ആദ്യമായിട്ടാണ് ചോദ്യം ചെയ്യാൻ വേണ്ടി സമൻസ് അയച്ച് വിളിപ്പിക്കുന്നത്. ഇതിൽ നിന്നു തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. വീണയുടെ അടുത്ത നടപടി എന്തായിരിക്കും എന്നുള്ള കാര്യം. ED ഡയറക്ടർ രാഹുൽ വിനയ് നേരിട്ടാണ് കൊച്ചിയിലെത്തി സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയത്. പിന്നീട് അടിയന്തരമായിട്ടുള്ള യോഗം ചേർന്നു. ഈ യോഗത്തിലാണ് അദ്ദേഹം ED ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തത്. കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് എത്ര ഉന്നതനായിരുന്നാലും എത്ര വമ്പനായിരുന്നാലും അന്വേഷണം അതിൻ്റേതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ, ഒരു സ്വാധീനത്തിനും വഴങ്ങേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് ED ഉദ്യോഗസ്ഥർക്ക് ഡയറക്ടർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശമെന്നാണ് നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് EDയുടെ ഡയറക്ടർ ഇത്തരമൊരു നിർദ്ദേശം കൊടുക്കുന്നതിന് 2 കാരണങ്ങളുണ്ടായിരിക്കാം. ഒന്ന്, തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം EDയെ വല്ലാതെ പ്രകോപിതരാക്കിയിട്ടുണ്ട്. അതൊരു കാരണം. രണ്ടാമത്, ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ കേസ് ഉത്ഭവിച്ചപ്പോൾ പിണറായി വിജയനെയും മകളെയും സംരക്ഷിക്കുന്നത് BJP ആണ്, കേന്ദ്ര സർക്കാരാണ് എന്നുള്ള ഒരു ആരോപണം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനിടയിൽ നിലനിന്നിരുന്നു. അത് ഇപ്പോൾ അതിന് മാറ്റം വരികയാണ്. ആ ഒരു ബോധത്തിന് മാറ്റം വരികയാണ്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പിണറായി വിജയൻ ഒരു അനാവശ്യ വസ്തുവാണ്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും BJPക്ക് ചിലപ്പോൾ ആവശ്യമുണ്ടായിരുന്നിരിക്കാം. എന്തായാലും അത് ആ ഒരു ആരോപണം സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും അത് സാധാരണ മനുഷ്യൻ്റെ ഒരു യുക്തിക്ക് നിരക്കുന്ന കാര്യമായിരുന്നില്ല. എന്തായാലും ഇത്തരത്തിലൊരു അന്വേഷണം വരുമ്പോൾ അത് വീണയ്ക്കെതിരെ ഒരു സമൻസ് അയക്കാൻ പോലും ED തയ്യാറാകാത്തപ്പോൾ, പല നിർണായക ഘട്ടത്തിലും ഇത്തരത്തിൽ നിന്ന് ED ഒഴിഞ്ഞു മാറിയപ്പോഴൊക്കെ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ സംശയിച്ചാൽ അവരെ തെറ്റു പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. എന്നാൽ ഇപ്പോൾ സ്ഥിതി അതല്ല. അതുകൊണ്ട് തന്നെ BJPയുടെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിലുണ്ടെന്നുകൂടി കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും വീണയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു സമയമാണ്. വെള്ളിയാഴ്ച EDയുടെ മുന്നിൽ ഹാജരാകുന്നതോടുകൂടി അവർ അടുത്ത നടപടിയിലേക്ക് കടക്കും. ഇതുവരെ ഈ പണം എന്തിനാണ് കൈപ്പറ്റിയത് എന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം EDക്ക് മുന്നിലോ പൊതുസമൂഹത്തിനോ കൊടുക്കാൻ വീണയ്ക്കോ വിജയനോ കഴിഞ്ഞിട്ടില്ല. അത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കൈക്കൂലി പണമാണ്. ചെയ്യാത്ത സേവനത്തിനായി ഒരു വ്യക്തിയോ ഒരു സ്ഥാപനമോ പണം വാങ്ങുമ്പോൾ അത് കൈക്കൂലിയായിട്ട് മാത്രമേ അതിനെ കാണാൻ കഴിയൂ. ഒരു ഓർഫനേജോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥാപനമോ ആയിരുന്നെങ്കിൽ അതൊരു സംഭാവനയുടെ തലത്തിലേക്ക് കാര്യങ്ങളൊക്കെ വന്നേനെ. പക്ഷേ ഇതങ്ങനെയല്ല. യാതൊരു സേവനവും ചെയ്യാതെ 2,78,00,000 രൂപ വീണ കൈപ്പറ്റുകയും അത് കൊടുക്കാൻ ഇതുമായി ബന്ധപ്പെട്ടവർ തയ്യാറാകുകയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, അതായത് ഈ പണം കൈപ്പറ്റിയ വീണയുടെ അച്ഛനായ പിണറായി വിജയൻ ഈ പണം നൽകിയവർക്ക് നൽകിയ എന്തോ ഒരു കാര്യത്തിൻ്റെ പ്രതിഫലമായിട്ടാണ് ഈ പണം നൽകിയത് എന്നുള്ളതാണ്. എന്തായാലും സമൻസ് അയച്ചിട്ടുണ്ട്. ഈ സമൻസ് അയച്ചാലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ
കൃത്യമായിട്ടുള്ളൊരു ഉത്തരങ്ങൾ നൽകാൻ വീണയ്ക്ക് കഴിയില്ല എന്നുള്ള കാര്യം 101% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടുകൂടി അവർ അടുത്ത നടപടികളിലേക്ക് കടക്കും. കാരണം വീണയുടെ പോക്ക് ജയിലിലേക്കാണ് എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നുള്ളത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം വീണയ്ക്ക് യാതൊരു ഇളവും കിട്ടാനുള്ള സാധ്യതയില്ല. അങ്ങനെ കിട്ടുകയുമില്ല. കാരണം ഇത്രയധികം ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം നടത്തിയിട്ട് അത് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിലിരുന്നാൽ അതൊന്നും ഇ ഡിയുടെ മുന്നിൽ വിലപ്പോകില്ല. എന്തായാലും വെള്ളിയാഴ്ച ഇ ഡിയുടെ മുന്നിൽ വീണ ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ എന്നുള്ള കാര്യമൊന്നും ഉറപ്പില്ല. അതോ എന്തെങ്കിലും ഒരു ഉഴപ്പു ന്യായങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് നീട്ടിവെക്കാനൊക്കെ ശ്രമിക്കുമോ എന്നുള്ള കാര്യമൊന്നും ഉറപ്പില്ല. എന്തായാലും അന്ന് ഇ ഡിയുടെ മുന്നിൽ ഹാജരാകുകയാണെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ എന്തായാലും വീണയ്ക്ക് കഴിയില്ല. അതോടുകൂടി അവർ അടുത്ത നടപടികളിലേക്ക് കടക്കും. വീണയുടെ ആ പോക്ക് ജയിലിലേക്ക് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ.